ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ പെൻഷൻ തുകയായ 2000 രൂപ ക്രിസ്മസ് അതുപോലെ തന്നെ ന്യൂ ഇയർ പ്രമാണിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും എന്നൊരു രീതിയിൽ അറിയിപ്പാണ് ഇപ്പോൾ ധനമന്ത്രി തന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു ന്യൂ ഇയറും അതുപോലെ തന്നെ ക്രിസ്മസൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ കൈകളിൽ എത്തുന്നതായിരിക്കും. സാധാരണയായിട്ട് 25-ാം തീയതിക്ക് ശേഷമാണല്ലോ നമുക്ക് നമ്മുടെ ഈ ഒരു പെൻഷൻ എമൗണ്ട് വരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് 15-ാം തീയതി ഡിസംബർ 15-ാം തീയതി മുതൽ ഇതിൻ്റെ വിതരണം നടക്കുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അതായത് നമ്മുടെ കേരളത്തിലെ ഏകദേശം 63 ലക്ഷം ആൾക്കാർക്കാണ് ഈ ഒരു എമൗണ്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ 26 ലക്ഷം ആൾക്കാർക്ക് അക്കൗണ്ടിലോട്ടായിരിക്കും ഈ ഒരു എമൗണ്ട് എത്തുന്നത്. എന്നാൽ വീടുകളിൽ എത്തുന്നതാണെങ്കിൽ സഹകരണ ജീവനക്കാർ അവർ മുഖാന്തരമായിരിക്കും വീടുകളിലോട്ട് ഈ ഒരു എമൗണ്ട് എത്തുന്നത്. ചിലപ്പോൾ അവർക്കൊരു 15 എന്ന് പറയുന്നത് ഒരു 16-ഓ 17-ഓ ആ ഒരു ഡേറ്റിലായിരിക്കും എത്തുന്നത്. കാരണം ഈ ഒരു എമൗണ്ട് ബാങ്കിൽ വന്നിട്ട് ബാങ്കിൽ നിന്ന് അവർ എടുത്തിട്ടാണല്ലോ ഓരോ ഏരിയയിലും ഓരോ വീടുകളിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു 2-3 ദിവസത്തെ ടൈം എടുക്കും. എങ്ങനെ പോയാലും പക്ഷേ ക്രിസ്മസിന് മുന്നോടിയായിട്ട് തന്നെ ഈ ഒരു എമൗണ്ട് എല്ലാവരുടെ കൈകളിലും എത്തത്തക്ക രീതിയിലൊരു കാര്യമാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസംബർ മാസത്തിൽ നമുക്ക് 2000 രൂപയാണ് നമ്മുടെ പെൻഷൻ എമൗണ്ടായിട്ട് തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ നവംബർ മാസത്തിൽ നിങ്ങൾക്ക് 3600 രൂപയാണ് പെൻഷൻ കിട്ടിയത്. അതായത് ആ ഒരു മാസത്തെ 2000 അതോടൊപ്പം തന്നെ പെൻഡിങ്ങിലുണ്ടായിരുന്ന ഒരു മാസത്തെ എമൗണ്ടും ചേർത്തിട്ടാണ് നിങ്ങൾക്ക് നവംബറിൽ 3600 കിട്ടിയത്. ഈ ഒരു നവംബർ മാസത്തോട് കൂട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാ പെൻഡിങ്ങിലെ എമൗണ്ടും തന്നു തീർത്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ തൊട്ട് ഇനി പുതിയ രീതിയിൽ ഓരോ മാസവും ആ ഒരു എമൗണ്ട് ഒരു മുടക്കവും ഇല്ലാണ്ട് കറക്റ്റ് രീതിയിൽ തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ അത്രയ്ക്കും അർഹതയുള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും ഈ ഒരു കൂട്ടിയ എമൗണ്ട് തരാൻ വേണ്ടിയിട്ട് സർക്കാർ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ പലതരത്തിലുള്ള പെൻഷൻകാർ, അതായത് വാർദ്ധക്യ പെൻഷൻ വാങ്ങുന്നവർ, ഭിന്നശേഷി പെൻഷൻ വാങ്ങുന്നവർ, അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവരുണ്ട്, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുടെ പെൻഷൻ എമൗണ്ടാണ് ഈ ഒരു തരത്തിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു പെൻഷൻ സ്കീമിൽ ആ ഒരു കെട്ടിട നിർമ്മാണ തൊഴിലാളി ആ ഒരു പെൻഷൻ സ്കീം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്ക് പിന്നീടായിരിക്കും ഓരോരോ ഗഡുക്കളായിട്ട് ആ ഒരു എമൗണ്ട് തന്നു തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം 19 ഗഡുക്കളോളം അത് മുടക്കമാണ്. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓരോരോ ഗഡുക്കളായിട്ട് അത് തന്നു തീർക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടൊരു വലിയൊരു എമൗണ്ട് സർക്കാർ ഇപ്പോൾ വായ്പ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുള്ള വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ അത് ആ ഒരു വായ്പ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ചായിട്ട് ആ ഒരു എമൗണ്ട് തരികയോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഓരോരോ ഗഡുക്കളായിട്ട് നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു പെൻഷൻ എമൗണ്ട് കിട്ടാത്തൊരു വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി തൊട്ടുള്ള എല്ലാ മാസങ്ങളിലും നിങ്ങൾക്ക് 2000 രൂപ എമൗണ്ട് കിട്ടുന്നതാണ്. മുൻപൊക്കെ ആണെങ്കിൽ സർക്കാരിന് 900 കോടിയോളം രൂപ മതിയാവുമായിരുന്നു. കാരണം അവർക്ക് ആ ഒരു ടൈമിൽ 1600 രൂപയായിരുന്നല്ലോ പെൻഷൻ എമൗണ്ട്. എന്നാൽ ഇപ്പോൾ 400 രൂപയോളം കൂട്ടിയിട്ട് ഇപ്പോൾ 2000 രൂപ പെൻഷൻ എമൗണ്ട് ആയപ്പോഴത്തേക്കും ഏകദേശം ഒരു 1050 കോടിയോളം രൂപയാണ് ഈ ഒരു പെൻഷൻ സ്കീമിന് വേണ്ടിയിട്ട് സർക്കാർ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ 26 ലക്ഷം ആൾക്കാർക്ക് ബാങ്ക് അക്കൗണ്ട് മുഖാന്തരമായിരിക്കും ഈ ഒരു എമൗണ്ട് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. 15-ാം തീയതി തൊട്ടാണ് ഇത് വിതരണം തുടങ്ങുന്നത്. 15-ാം തീയതി തൊട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും 16, 17 ആ ഒരു തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന ആൾക്കാർക്ക് ഈ ഒരു എമൗണ്ട് എത്തുന്നതായിരിക്കും. എന്നാൽ സഹകരണ ജീവനക്കാർക്കാണെങ്കിൽ മാത്രം ഒരു 2-3 ദിവസം കൂടിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു മാസം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു പെൻഷൻ എമൗണ്ട് നിങ്ങളുടെ കൈകളിലോട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾ മാക്സിമം എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതറിയാത്ത ഒത്തിരി പേരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ചാനൽ കൂടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു.